കാരണം 100% വണ്ടി ചാർജ് ചെയ്ത് വന്നിട്ട് ഏകദേശം 55 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഓടിയത് അല്ലേ സ്പൾബറ? ഏകദേശം 55 കിലോമീറ്റർ മാത്രമല്ലേ ഓടിയത്? ഹായ് ഹലോ ഫ്രണ്ട്സ്, കോഴിക്കോട് ജില്ലയിൽ അത്യാവശ്യം ഒരു ഹൈ റേഞ്ച് ഏരിയയാണ് തിരുവമ്പാടി കക്കാടംപൊയിൽ റോഡ്. കക്കാടംപൊയിൽ റോഡിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. കുറച്ച് നല്ല നല്ല റോഡുകളുമുണ്ട്. പക്ഷേ ആ ഒരു ഭാഗത്തേക്ക് അവേര റെട്രോസിൻ്റെ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ ഉപയോഗിച്ച് നമ്മളൊരു യാത്ര പോവുകയാണ്. പിന്നെ കക്കാടംപൊയിലത്തെ അടിപൊളി കാഴ്ചകളും. ഈ ഒരു വണ്ടി ഇലക്ട്രിക് സ്കൂട്ടർ ഏകദേശം മലപ്പുറത്ത് നിന്നാണ് ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് 100% നിന്ന് ചാർജ് ചെയ്ത് ഇപ്പോൾ ഏകദേശം കക്കാടംപൊയിൽ പകുതി ആയിട്ടുള്ളൂ, ഫുള്ളായിട്ട് ഓടിച്ചെത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഏകദേശം 40% ആയിട്ടുണ്ട്. 50 കിലോമീറ്റർ കമ്പനി പറയുന്നത് ഏകദേശം 130-140 കിലോമീറ്ററാണ് റേഞ്ച് കിട്ടുമെന്ന് പറയുന്നത്. പക്ഷേ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് വന്നപ്പോൾ തന്നെ ഏകദേശം 50 കിലോമീറ്റർ ഓടിയാൽ തന്നെ ഏകദേശം 44%. അപ്പോൾ എന്തായാലും ഈ ഒരു അടിപൊളി കാഴ്ചകളിലേക്ക് നമ്മൾ പോവുക. കാഴ്ചകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വണ്ടിൻ്റെ റിവ്യൂ മാത്രമല്ല, നമ്മൾ കക്കാടംപൊയിൽ കുരിശുമലയിലേക്കും കൂടിയാണ് നമ്മൾ പോകുന്നത്. ഓഫ് റോഡൊക്കെ ഓടിച്ച് എന്താണ് അവസ്ഥ, ഈ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എത്ര സാറ്റിസ്ഫൈഡ് ആവണമെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതൊരു ട്രാവൽ വീഡിയോ വിത്ത് ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ റിവ്യൂ ആട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. അപ്പോൾ അതിൻ്റെ മുമ്പ് എൻ്റെ പേര് മുഖ്താർ, വെൽക്കം ബാക്ക് ട്രാവൽ കിങ്. ഇലക്ട്രിക് സംബന്ധമായ വീഡിയോസ് നിങ്ങൾക്ക് ഡെയിലി നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള സബ്സ്ക്രൈബ് ബട്ടൺ എനേബിൾ ചെയ്യാൻ മറക്കണ്ട. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവല്ലേ. ഒരു ഇലക്ട്രിക് സ്കൂട്ടറാണ് വരുന്നത്. ഫുള്ള് ഓഫ് റോഡ് എന്ന് പറഞ്ഞാൽ ഫുള്ള് ഓഫ് റോഡാണ്. അടിപൊളി വ്യൂ പോയിന്റ് അല്ലേ കക്കാടംപൊയിൽ കയറി തുടങ്ങിയെടുക്കുന്ന അടിപൊളി വ്യൂ പോയിന്റ്, അടിപൊളി സ്ഥലങ്ങളാണ്. കാരണം തിരുവമ്പാടി കക്കാടംപൊയിൽ ആരെങ്കിലും പോകാത്ത ആൾക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ആ ഒരു കക്കാടംപൊയിൽ ഭാഗത്തേക്ക് പോകണം. അവിടുന്ന് ആ കുരിശുമല ഭാഗത്തേക്കാണ് കയറേണ്ടത്. നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്കാണ് ഇനിയും പോകാനുള്ളത്, ഒരുപാട് പോകാനുണ്ട്. നമ്മളെ അവേര അവിടെ നിർത്തിയിട്ടുണ്ട്. സ്പൾബർ അവിടുന്ന് അതാ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും കയറാം, കുറച്ചുകൂടി കയറാനുണ്ട്. ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത റോഡാണ്. ഞാൻ പറഞ്ഞ മാതിരി തന്നെ കുറച്ച് ഓഫ് റോഡുമാണ്, കുറച്ച് നല്ല റോഡും ഉണ്ട്. പിന്നെ കുരിശുമലൻ്റെ അവിടെ എത്തിക്കഴിഞ്ഞാൽ പക്ക ഓഫ് റോഡാണ്. ചിലപ്പോൾ നമ്മൾ വണ്ടി കയറില്ല, കാരണം ഓഫ് റോഡ് ജീപ്പൊക്കെ ആയിരിക്കും കയറാം. അപ്പോൾ എന്തായാലും നമുക്ക് പോവാം. കുറച്ചും കൂടി പോകാണ്ട് ഏകദേശം ഇനിയൊരു 5-8 കിലോമീറ്ററും കൂടിയുണ്ട്. കാരണം ഒരു കാര്യത്തിലുള്ള പേടിയുള്ളത്, ഈ ഒരു അവേരൻ്റെ ഏകദേശം ഇപ്പോൾ 43% അതിപ്പോൾ ഈ ടോപ്പ് ഫുള്ള് കയറുമ്പോൾ തന്നെ 10-20% ആയി കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെ വരും എന്നുള്ളൊരു ചോദ്യചിഹ്നം എന്തായാലും ഉണ്ട് ഇവിടെ. അപ്പോൾ ആ കാണുന്ന ടോപ്പിലുള്ളതാണ് കുരിശുമല. അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് കയറുന്നതിന് മുമ്പ് തന്നെ സ്പൾബറിൻ്റെ ചാർജ് ഏകദേശം തീരുമാനമായിട്ടുണ്ട്. 20% ആയിട്ടുണ്ട്. 20% ചാർജ് ആയതുകൊണ്ട് തന്നെ ഒരു കടക്കാരോട് സംസാരിച്ച് അപ്പോൾ അവരൊരു വീട്ടിൽ ചാർജ് ചെയ്യാനുള്ള ഒരു അവസരം തന്നിട്ടുണ്ട്. കാരണം തിരിച്ചു പോകാമെന്നുള്ളത് ഒരു വളരെ റിസ്ക്കിയുള്ള കാര്യം തന്നെയാണ്. 20%, കാരണം 100%-ലാണ് വണ്ടി ചാർജ് ചെയ്ത് വന്നിട്ട് ഏകദേശം 55 കിലോമീറ്റർ മാത്രമാണ് നമ്മൾ ഓടിയത് അല്ലേ സ്പൾബറ? ഏകദേശം 55 കിലോമീറ്റർ മാത്രമല്ലേ ഓടിയത്? 55 കിലോമീറ്റർ ഏകദേശം ഓടിയിട്ടുണ്ടാവും നമ്മള്. അപ്പോൾ നമുക്ക് ചാർജ് ഏകദേശം കഴിഞ്ഞ് നമ്മൾ കയറ്റവും ഇതൊക്കെ കയറി വരുന്നോണ്ടാണോ ഞാൻ പക്ഷെ ഇത്ര പെട്ടെന്ന് ചാർജ് ചെയ്യുന്ന ഞാൻ വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാനിത് ഇവിടുന്ന് തിരിച്ച് ഏകദേശം നാട് എൻ്റെ നാട്ടിന്റെ അരികോടാണല്ലോ, അവിടേക്ക് ഏകദേശം എത്തുന്നുള്ള പ്രതീക്ഷയിലിനി. അവിടുന്ന് പിന്നെ എന്തെങ്കിലും ചാർജ് ചെയ്താൽ മതി എന്നുള്ളൊരു ഇതിൽ. പക്ഷെ ഇവിടെ തന്നെ എത്തിയപ്പോൾ തന്നെ ചാർജ് ചെയ്യേണ്ടത്. നമ്മൾ വയനാട് പോയിട്ടുണ്ട്. ഒരട്ടം ചാർജ് ചെയ്തിട്ടുണ്ട് വയനാട് പോകുന്ന വഴിക്ക് തന്നെ, സേഫ്റ്റിക്ക് വേണ്ടി. ഇങ്ങനത്തെ ഹൈ റേഞ്ച് റോഡിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ്. കാരണം കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്താണ് ഈ ഒരു കക്കാടംപൊയിൽ വരുന്നത്. പക്ഷെ അത്യാവശ്യം നല്ല ഹൈ റേഞ്ച് എന്ന് പറഞ്ഞാൽ ഈ ഒരു വീട്ടുകാർ വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളി പറഞ്ഞത് എൻ്റെ വീട്ടിൽ ചാർജ് ചെയ്തോടി, എന്നിട്ട് ഒരു അവസരം തന്നു. അവർ നമുക്കൊരു ഹെൽപ്പ്, ഭയങ്കര ഹെൽപ്പ് തന്നെയാണ്. നമ്മൾ കക്കാടംപൊയിൽ മല ഫുള്ള് കയറി ടോപ്പിൽ എത്തിയിട്ട് അവിടെ തിരിച്ചു കഴിയുമ്പോൾ എങ്ങനെ പോയാലും ഒരു വണ്ടി. അതെ, ആ ടൈം കൊണ്ട് നമുക്ക് വണ്ടിയിൽ ചാർജ് ആവാന്ന് പറഞ്ഞാൽ വിചാരിക്കല്ലേ? അതെ, ആവും. അത് അങ്ങനെ ആകുമ്പോൾ നമുക്ക് തിരിച്ച് നാട്ടിലേക്ക് എത്താം. അല്ലാതെ ഞാൻ ഇവിടെ അടുത്ത് നാടുകാണി പോയിരുന്നു. നാടുകാണി ചുരം കയറിയിട്ടുണ്ട്. അത് എനിക്ക് 110 കിലോമീറ്റർ എനിക്ക് കൺഫേം ആയിട്ട് കിട്ടുന്നുണ്ട്. അതായത് ചുരം ഏകദേശം ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല. എനിക്ക് ചാർജർ എടുക്കാൻ മറന്നുപോയി, അങ്ങനെ ഫുള്ളാക്കാൻ കഴിഞ്ഞില്ല.
ഏകദേശം ഒരു 110 കിലോമീറ്റർ എന്തായാലും എനിക്ക് മൈലേജ് കിട്ടുന്നുണ്ട്. പിന്നെ ഇത് അത് ഞാൻ എൻ്റെ ബാക്കിൽ ഒരാൾ കൂടെ ഉണ്ട്, അങ്ങനെ ഉണ്ടോ പോയത് 110 കിലോമീറ്റർ. നോർമൽ റോഡുകളിൽ നമ്മൾ നോർമൽ പോക്കൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ 110 കിലോമീറ്റർ എന്തായാലും മൈലേജ് കിട്ടും. ഈ ഒരു വണ്ടി സസ്പെൻഷന്റെ കാര്യത്തിൽ എനിക്ക് വളരെ ഒരു മോശം, സസ്പെൻഷൻ വളരെ മോശം തന്നെയാണ്. കാരണം എന്താ പറയുക, ആ ഓഫ് റോഡൊക്കെ കയറിയപ്പോൾ ശരിക്കും ആ ഒരു സൗണ്ട് കാര്യങ്ങളൊക്കെ ശരിക്കും സസ്പെൻഷൻ വളരെ മോശം എന്ന് പറഞ്ഞാൽ വളരെ മോശം. സസ്പെൻഷൻ ഇതിന് ഇല്ലാത്ത പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം എന്താ വെച്ചാൽ ഒരു അമ്പ് ചാടിയാലോ അല്ലെങ്കിൽ ഒരു ചെറിയൊരു ഗട്ടർ ഹൈവേയിലൂടെ പെട്ടെന്ന് വരുമ്പോൾ ഒരു ഗട്ടർ ചാടിയപ്പോൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര, എനിക്ക് തോന്നുന്നത് ഇനി മോട്ടറിന്റെ വെയിറ്റ് കൊണ്ടാണോ എന്ന് അറിയില്ല, ഭയങ്കര ശബ്ദമാണ്. ചെറിയൊരു എന്താ ഗട്ടർ ഉണ്ടായ പോലെ, ഗട്ടർ ഉണ്ടായ പോലും നമുക്ക് സൗണ്ട് ഭയങ്കര സൗണ്ടാണ്. അതൊരു ഭയങ്കര വിഷയം. പിന്നെ അതേപോലെ ഈ സ്റ്റാൻഡിന്റെ വിഷയം ഞങ്ങളോട് പറഞ്ഞല്ലോ. ഈ സ്റ്റാൻഡ് കാരണം എനിക്കിപ്പോൾ ഇത് 2 വട്ടം വണ്ടി വീണു. അതായത് ഈ സ്റ്റാൻഡ് കാരണം 2 പ്രാവശ്യം വണ്ടി വീണു. ഞാൻ ഈ വണ്ടി എടുത്ത അന്ന് മുതൽ പറയുന്നതാണ് സ്റ്റാൻഡിന് പ്രശ്നമുള്ളത്. ഈ ഫൂട്രസ്റ്റ് എൻ്റെ പൊട്ടി, ആ സൈഡത്തെ ഫൂട്രസ്റ്റും പൊട്ടി. ഒക്കെ ഈ സ്റ്റാൻഡ് കാരണമാണ് ഈ ഫൂട്രസ്റ്റ് ഒക്കെ പൊട്ടാൻ കാരണം. പിന്നെ അതേപോലെ ഈ ഒരു സാധനം ഇത് ഊരി അങ്ങ് പോരും. ഇത് ഞാനൊരു ദിവസം അതേപോലെ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നതിന്റെ ഇടയിൽ പെട്ടെന്ന് ഈ സാധനം അങ്ങോട്ട് ഊരി പോന്നു. വണ്ടി അപ്പുറത്തേക്ക് മറിഞ്ഞാണ്ട് വീണു. ഈ സ്റ്റാൻഡിൽ നിന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയപ്പോൾ ഞാൻ ഇതങ്ങോട്ട് പിടിച്ച് വലിച്ചതാണ് വണ്ടി. ഇതെന്റെ കയ്യിൽ കണ്ട് ഇത് കറക്റ്റ് പിടിച്ചിട്ടുണ്ട് ഞാൻ, പക്ഷെ ഇത് എന്റെ കയ്യിൽ പോന്നു, വണ്ടി അപ്പുറത്തേക്ക് മറിഞ്ഞു വീണു. ഈ സാധനത്തിൽ നിന്നൊരു ഇത് എന്താണിത് ഇത്ര ലൂസ് വരാൻ കാരണം എന്നൊന്നും എനിക്കറിയില്ല. ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ ഏകദേശം എത്ര മണിക്കൂറാണ് പറയുന്നത്? ഈ ബാറ്ററി ചാർജ് ചെയ്യുകയാണെങ്കിൽ 3 to 4 മണിക്കൂറിന്റെ ഉള്ളിൽ എന്തായാലും ചാർജ് ആവും. ഇത് ബാറ്ററി അല്ല കേട്ടോ, ചാർജറാണ്. ബാറ്ററി ഇതിന്റെ ഉള്ളിലാണ്. അപ്പോ ഏകദേശം 4 മണിക്കൂറൊക്കെ കുത്താണെങ്കിൽ ഏകദേശം എത്ര പെർസെന്റേജ് കിട്ടും? 1 മണിക്കൂർ പെട്ടെന്ന് പെർസെന്റേജ് ഫസ്റ്റ് പെട്ടെന്നാവും. പക്ഷെ ഒരു 80% മുകൾക്കാണ് പെട്ടെന്ന് സ്ലോയില്. അത് 75 അതിന്റെ മുകളിലേക്ക് ഒരു 100% ആവണമെന്നുണ്ടെങ്കിൽ കുറച്ച് ലൈറ്റ് ആവും. വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ എങ്ങനെയുണ്ട്, എന്താ അഭിപ്രായം? വണ്ടി എനിക്ക് എത്ര കിലോമീറ്റർ ഓടിച്ചു? ഏകദേശം ഒരു 5000 കിലോമീറ്റർ ഓടിച്ചു. ആയിട്ടില്ല, അതൊരു 4000 സംതിങ് ആയിട്ടുണ്ടാവും. ഞാൻ നോക്കിയിട്ട് ഒന്നും കൂടി പറഞ്ഞുതരാം കേട്ടോ ഏകദേശം എത്ര കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്ന്. ഇപ്പം നമ്മൾ ഈ കക്കാടം പോയാലേക്ക് ഏകദേശം അതിൽ രണ്ടാമത്തെ സർവീസ് കഴിഞ്ഞ് ഇനി 3ാമത്തെ സർവീസിലേക്ക് കിടക്കണതാ. 5000 ആയിട്ടില്ല, 4644 കിലോമീറ്റർ. അത്ര കിലോമീറ്റർ നമ്മൾ ഓടി. വണ്ടി കുഴപ്പം, നമുക്ക് വേറുള്ള കാര്യങ്ങൾക്കൊന്നും കുഴപ്പങ്ങളൊന്നുമില്ല. വണ്ടി ലുക്ക് നല്ല. അതെ. അപ്പോൾ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുമ്പോൾ മെയിനായിട്ട് നോക്കേണ്ടത് അതിൻ്റെ റേഞ്ചാണ്. 150 കിലോമീറ്റർ റേഞ്ച് ആണെങ്കിൽ നോർമൽ സ്ഥലത്തേക്ക് പോകുമ്പോൾ ആ റേഞ്ച് വലിയൊരു വിഷയം ഉണ്ടാവില്ല. കാരണം ഇങ്ങനത്തെ അത്യാവശ്യം ഹൈ റേഞ്ച് ഏരിയയിലൊക്കെ ഇപ്പോൾ കോഴിക്കോട് തിരുവമ്പാടി ഭാഗത്തേക്ക് വന്നപ്പോൾ തന്നെ ഏകദേശം 100% നിന്ന് പെട്ടെന്ന് 20% മാറി. ടോട്ടൽ കിലോമീറ്റർ ഓടിയത് വെറും 55 കിലോമീറ്റർ മാത്രമാണ്. ഒരു പ്രാവശ്യം ഒരാളോട് ചോദിച്ച് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ സമ്മതിച്ചില്ല. അപ്പം തന്നെ സ്വാൾബറിൻ്റെ മൊത്തത്തിൽ എന്തൊക്കെ ടെൻഷനും കാര്യങ്ങളൊക്കെ കയറിയാൽ തന്നെ ഞാൻ വേറെ ഒരാളോട് ചോദിച്ചപ്പോൾ അവർ ഓക്കെ എന്ന് പറഞ്ഞ് അവരെ വീട്ടിൽ ചാർജ് ചെയ്യാനുള്ളൊരു അവസരം നൽകി തന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുക്കുകയാണെങ്കിൽ മിനിമം 300 കിലോമീറ്റർ റേഞ്ചെങ്കിലും വേണം. അല്ലെങ്കിൽ ഇതേ അവസ്ഥ നിങ്ങൾക്ക് തിരിച്ച് എങ്ങനെ പോകുന്നുള്ള ചോദ്യം പലപ്പോഴായിട്ട് സ്വാൾബറിനോട് ചോദിച്ചിട്ടുണ്ട്. കാരണം ആരെങ്കിലും സമ്മതിക്കോ ചാർജ് ചെയ്യാൻ, അങ്ങനെയുള്ള പല ചോദ്യങ്ങളും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അവേര റെട്രോസ ഇതുവരെ മൊത്തത്തിൽ നോക്കുകയാണെങ്കിൽ വണ്ടി അടിപൊളി വണ്ടിയാണ്. സസ്പെൻഷൻ്റെ കാര്യത്തിലും അത്യാവശ്യം റേഞ്ച് ഇപ്പോൾ നോർമൽ ഇലക്ട്രിക് സ്കൂട്ടറിനൊക്കെ 80-100 പറയുന്നുണ്ട്. പക്ഷേ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് വന്നു കഴിഞ്ഞാൽ ആ കറക്റ്റ് കിട്ടില്ല എന്നാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത്. മിനിമം ഒരു 300 കിലോമീറ്ററെങ്കിലും റേഞ്ച് ആവശ്യമാണ്. പിന്നെ സസ്പെൻഷൻ്റെ കാര്യം, പിന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്വാൾബർ പറഞ്ഞു തന്നു. അപ്പോൾ എന്തായാലും അവേര റെട്രോസിൻ്റെ ഒരു കസ്റ്റമർ റിവ്യൂ ഇവിടെ നമ്മൾ അവസാനിക്കുകയാണ്. ഇനി തുടങ്ങാൻ പോകുന്നത് നമ്മുടെ ട്രാവലിംഗ് മീൻസ് നമ്മൾ തുടക്കം തന്നെ പറഞ്ഞിരുന്നു കക്കാടം പോയി കുരിശുമലയിലേക്കാണ് നമ്മൾ വന്നിട്ടുള്ളത്. അവിടുത്തെ അടിപൊളി കാഴ്ചകളിലേക്കാണ് നമ്മൾ പോകാൻ പോകുന്നത്. അധികം പേർക്കും അറിയാത്തൊരു സ്പോട്ടാണ് കക്കാടം പോയി കുരിശുമല. ഞാനൊരു വീഡിയോ ഡീറ്റെയിൽസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും ഈ ഒരു മഴക്കാലത്ത് ഒന്നും കൂടി വൈബ് കൂടിയിട്ടുള്ള ഒരു പ്ലേസാണ് കക്കാടം പോയി കുരിശുമല. അപ്പോൾ എന്തായാലും ആ ഒരു സ്പോട്ടിലേക്ക് പോവുകയാണ്. ഇനി വൈബ് വീഡിയോ ആണ്. അപ്പോൾ എന്തായാലും സ്കിപ്പ് അടിക്കേണ്ട, നമുക്ക് അടിപൊളിയായിട്ട് വിഷ്വൽസ് എടുക്കാം. അപ്പം നേരെ പോവാം കക്കാടം പോയി കുരിശുമലയിലേക്ക്. പോകണം മച്ചന്മാരെ 2 വണ്ടിയാണ് ഓഫ് റോഡ് കയറ്റാൻ പോണത്. കക്കാടംപൊയിൽ ഭാഗത്തേക്ക് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഓഫ് റോഡാണ്. എന്താ പറയാ, അടിപൊളി പ്ലേസ് ആണ്. ഏകദേശം 3ാമത്തെ പ്രാവശ്യമാണ് കക്കാടംപൊയിൽ ഞാൻ വരുന്നത് കുരിശുമലയിൽ. ഇവിടെ എത്തിക്കഴിഞ്ഞാൽ വേറെ തന്നെ ഒരു വൈബും ഫീലിംഗാണ്.
വൈബ് എന്ന് പറഞ്ഞാൽ ഈ ഒരു കാഴ്ചകൾ നോക്കിങ്ങൾ 4 ഭാഗത്തേക്കുള്ള കാഴ്ചകൾ അത് വേറെ തന്നെ ഒരു ഫീലിംഗ് ആണ്. കാരണം നിങ്ങൾ കോഴിക്കോട് ഭാഗത്തുള്ള ആളാണെങ്കിലും അല്ലെങ്കിൽ പുറത്തുള്ള ആരാണെങ്കിലും കോഴിക്കോട് വരാണെങ്കിൽ ഈ ഒരു പ്ലേസിൽ വരാക്കരുത്. കാരണം ഒന്ന് കോട സെറ്റാവാണ്ട് കോട അവിടെ എത്തിയിട്ടുള്ളൂ. കോട വരുന്നുണ്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ വേറെ തന്നെ ഒരു അന്തരീക്ഷമാണ്. കാരണം രാവിലെ അത്യാവശ്യം നല്ല മഴയൊക്കെ പെയ്തിരുന്നു. ഇപ്പോൾ എന്തായാലും അടിപൊളി സ്പോട്ടാണ്. കക്കാടംപൊയിലേക്ക് വരാനുള്ള വഴി എന്ന് പറഞ്ഞാൽ കക്കാടംപൊയിൽ എത്തിയിട്ട് കുരിശുമലാന്ന് അടിച്ചു കഴിഞ്ഞാൽ തന്നെ ലൊക്കേഷൻ നിങ്ങൾക്ക് കറക്റ്റ് സ്പോട്ട് കാര്യങ്ങൾ ഡീറ്റെയിൽസ് ആയിട്ട് തന്നെ കിട്ടും. അപ്പോൾ എന്തായാലും നമ്മൾ വണ്ടിൻ്റെ റിവ്യൂവിന് വന്ന് കക്കാടംപൊയിൽ ഡീറ്റെയിൽസ് ആയിട്ട് മുതലായി ഒന്നും പറയാനില്ല. വണ്ടി ഇപ്പോൾ ഏതായാലും ഇപ്പോൾ ചാർജ് ഫുൾ ആയിരിക്കണമെന്ന് വിചാരിക്കുക. എന്തായാലും വണ്ടി അവിടെ നിന്ന് പോയിട്ട് ഫുൾ ചാർജ് ആയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് വണ്ടി തിരിച്ചെടുത്ത് പോകണം. വണ്ടി നമ്മൾ കുത്തിവെച്ച സ്പോട്ടാണ്. കാരണം കുരിശ് ഞാൻ പറഞ്ഞല്ലോ നമ്മളിപ്പോൾ ഒരു കുരിശ് ഓൾറെഡി ഉണ്ട്. അപ്പോൾ അത് വേറെ കുരിശ് നമ്മൾ ആ കുരിശുമല കാണാനാണ് പറഞ്ഞത്. തമാശക്ക് വരാനുണ്ടോ ക്യാമറ തിരിഞ്ഞ് കിടക്കുന്നത്. നമ്മൾ വണ്ടി ചാർജ് ചെയ്തതെന്ന് വെച്ചാൽ അവിടെയാണ് കേട്ടോ. അവിടുന്ന് ഇത്ര ഹൈറ്റിലാണ് നമ്മൾ നിൽക്കുന്നത്. കണ്ടാൽ തീരെ എന്താ ഹൈറ്റിലാണ് വീഡിയോയിൽ തോന്നും, പക്ഷേ ഒരു രക്ഷയില്ലാത്ത ഹൈറ്റ് തന്നെയാണ്. നമ്മൾ പുല്ലൊക്കെ പാറി കളിക്കുന്ന ഇവിടെ കണ്ടാലറിയാം നമുക്ക്. ഏകദേശം 1 മണിക്കൂർ ഇപ്പം ചാർജ് ചെയ്തിട്ട് ഇതാ 50% 50% ഇനിയിപ്പം സ്പൾബർ പറയണതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഇപ്പോൾ താഴത്തെത്തുമ്പോൾ തന്നെ ഏകദേശം ഏകദേശം അടുത്ത 20-30% പോകും. കാരണം എന്താ വെച്ചാൽ കയറ്റവും കാര്യങ്ങളാണല്ലോ. ഓക്കെ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടി ചാർജ് ചെയ്യേണ്ടി വരും. 1 മണിക്കൂറിൻ്റെ അടുത്ത് ചാർജ് ചെയ്യണം നാട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ. കാരണം ഏകദേശം 72% നമുക്ക് ഇങ്ങോട്ട് പോരാൻ മാത്രമായിട്ടുണ്ട്. 72 എത്ര 20%, 80% നമുക്ക് ഇങ്ങോട്ട് പോരാൻ മാത്രമായിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 1 മണിക്കൂർ കൂടിയും കാത്തിക്കണം. 1 മണിക്കൂറിനും കാത്ത് നിൽക്കണം. അപ്പം ഞാൻ നമുക്ക് വെയിറ്റ് ചെയ്തിട്ടേ നമുക്ക് പോകാൻ കഴിയുള്ളൂ നമുക്ക് തിരിച്ച്. അപ്പോൾ എന്തായാലും ഇത് ചാർജ് ഫുള്ളാക്കണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യാണ്. കാരണം ഇതന്നെയാണ് എല്ലാവരും അവസ്ഥ. ഒരു ഇലക്ട്രിക് സ്കൂട്ടർ എടുത്ത് റേഞ്ച് മറ്റേ ഹൈ റേഞ്ച് ഏരിയയിലേക്ക് കയറി കഴിഞ്ഞാൽ അവസ്ഥ നമുക്ക് കറക്റ്റ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെയും ഹൈ റേഞ്ച് യാത്ര ചെയ്യാൻ കഴിയില്ല. നേരെ വെച്ചാൽ പെട്രോൾ വണ്ടിയൊക്കെയാണ് നമുക്ക് വഹിക്കുന്നത്, പെട്രോൾ വഹിക്കുക ഇങ്ങനെ ചെയ്യാം. ഇത് നമുക്ക് ഇങ്ങനെ ചിലപ്പോൾ ഇങ്ങനത്തെ ഹൈ റേഞ്ച് ഏരിയയിൽ കറണ്ട് ഇല്ലാത്ത സ്ഥലം കൂടിയാണെങ്കിൽ അവസ്ഥ ആലോചിച്ച് നോക്കി. ഓക്കെ. അപ്പോൾ എന്തായാലും നമ്മളിത് ആ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഒരു ഹൈ റേഞ്ച് ഏരിയയിലേക്ക് വന്നുള്ള അവസ്ഥയാണ് നമ്മൾ മെയിനായിട്ട് കാണിച്ചത്. ഓക്കെ എന്നാൽ.